ഹായ്, വെൽക്കം ടു സൈലം ഐഎസ്. എക്കണോമിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് NCERT ക്ലാസ് 9 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 രണ്ടാമത്തെ പാഠം പീപ്പിൾ ആസ് റിസോഴ്സ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പീപ്പിൾ ആസ് റിസോഴ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കി, സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ പാഠമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു NCERT 9th സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ള, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ആവശ്യമുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 9th സ്റ്റാൻഡേർഡ് NCERT എക്കണോമിക്സ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചാപ്റ്ററിനകത്തുള്ളൂ. പിന്നെ കുറേ കഥകളും അതുപോലെ പഴയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിൽ ആവശ്യമുള്ള ഡേറ്റ മാത്രം എടുത്താൽ മതിയാകും. കാരണം ഇന്ന് പഴയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പഠിച്ചിട്ട് ഇന്നത്തെ എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയായിരിക്കും ഈ പറയുന്ന വീഡിയോ സീരീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നോക്കുന്നു ചാപ്റ്റർ 2 പീപ്പിൾ ആസ് റിസോഴ്സ്, ക്ലാസ് 9 NCERT. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ പറ്റിയാണ്. മനുഷ്യ വിഭവം, ഹ്യൂമൻ റിസോഴ്സ്. നമുക്കറിയാം, റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉൽപ്പാദനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്ത് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കളെയാണ് റിസോഴ്സസ്, വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്കണോമി, ഒരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഏറ്റവും വലിയ റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനുഷ്യ വിഭവം, ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് എന്തുമാത്രം ജനങ്ങൾ തൊഴിൽ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. നമുക്കറിയാം, എല്ലാവരും ജോലി ചെയ്യില്ല അല്ലേ ഒരു രാജ്യത്ത്. പ്രധാനമായിട്ടും 15 മുതൽ 59 വയസ്സിനിടയിൽ പ്രായമുള്ള ആൾക്കാരാണ് ഒരു രാജ്യത്ത് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത്. ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ഏജ്. ഈ ഏജ് ഗ്രൂപ്പിൽ എന്തുമാത്രം ആൾക്കാർ ഒരു രാജ്യത്തുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് എന്തുമാത്രം വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അവൈലബിൾ ആയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് പറയുക. അപ്പോൾ നിലവിൽ എന്തുമാത്രം രാജ്യത്ത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ അവൈലബിൾ ആയിട്ടുണ്ടോ അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. എന്നാൽ ഈ ഹ്യൂമൻ റിസോഴ്സ് എല്ലാം തന്നെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഗ്രോത്തിനെയും എൻഹാൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് രാജ്യത്ത് ഗുണമുള്ളത്, രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഹെൽപ്പ് ചെയ്യുന്നതാക്കി മാറ്റണമെങ്കിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്തായിട്ട് മാറണം? ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലായി മാറണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഹ്യൂമൻ റിസോഴ്സ് എന്തായിട്ട് മാറണം? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലായി മാറണം. ശ്രദ്ധിക്കുക, ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറണം. അപ്പോൾ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊരു ചോദ്യം വരും അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ്റെ നമ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് എങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്താ? when the existing human resource is developed further by becoming more educated and healthier, it is termed as human capital formation. നിലവിലുള്ള ജനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള 15 59 ഇടയിൽ പ്രായമുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവായിട്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അവർക്ക് കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്, ഹെൽത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള കാര്യക്ഷമത ഉണ്ടാകും അല്ലേ? കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ? രാജ്യത്ത് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയാൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ലേ, സ്കിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. ഇനി ഒരു ഹെൽത്ത് സർവീസ്, നമ്മുടെ രാജ്യത്ത് ആരോഗ്യ സേവനങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു കഴിഞ്ഞാലോ, അപ്പോൾ ആരോഗ്യമുള്ളൊരു ജനത ഉണ്ടാക്കിയാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്ത് മാൻ പവർ ഉണ്ടാകും. അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുത്താൽ, സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു മാൻ പവർ രാജ്യത്തുണ്ടാകും. അപ്പോൾ അതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? മനുഷ്യ മൂലധന രൂപീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിലത്തെ ഹ്യൂമൻ റിസോഴ്സ്, നിലവിലത്തെ ജനങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹെൽത്ത് കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അതുപോലെ ട്രെയിനിങ് കൊടുക്കുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു. അതുവഴി ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ
ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ വെറും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യ വിഭവത്തിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നു. മൂലധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ്. അതുപയോഗിച്ച് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ മനുഷ്യനെ ഒരു ഹ്യൂമൻ ക്യാപിറ്റലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യരെ ഉപയോഗിച്ച് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്നു. ദിസ് ആഡ്സ് ടു ദ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ദ കൺട്രി സിമിലർ ടു ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ മെഷീൻസ്, കൂടുതൽ ടെക്നോളജിയൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നാൽ പ്രൊഡക്ഷൻ കൂടില്ലേ, GDP കൂടില്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യൻ. ഇപ്പം നമുക്ക് നോക്കി, നമ്മൾ പഴയ ടെക്നോളജി, നമ്മുടെ രാജ്യത്ത് കൈത്തറി വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. കൈത്തറി എന്ന് വെച്ചാൽ മനുഷ്യർ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന വസ്ത്രങ്ങളാണ് കൈത്തറിയിലുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഡക്ടിവിറ്റി കുറവാണ് അല്ലേ? എന്നാൽ അവിടെ മെഷീൻസ് കൊണ്ടുവന്നാൽ വേഗത്തിൽ വസ്ത്രങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അതെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി വന്നു, അതുപോലെ തന്നെ മനുഷ്യർക്ക് പുതിയൊരു സ്കില്ല് കിട്ടുന്നു, പുതിയതായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. വിദ്യാഭ്യാസം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ പോലെ തന്നെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രൊഡക്റ്റീവ് ആൻഡ് സ്കില്ലായിട്ടുള്ള എന്തുമാത്രം ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടോ അവരെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യാൻ പ്രായമായിട്ടുള്ള എന്തുമാത്രം ആൾക്കാരുണ്ട്, അതിനെ ഹ്യൂമൻ റിസോഴ്സ്. എന്നാൽ അതിൽ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടി എന്തുമാത്രം ജനങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മറ്റേതൊരു ക്യാപിറ്റൽ, നമുക്കറിയാവുന്ന പോലെ ലാൻഡ്, അതുപോലെ തന്നെ മറ്റ് ലാൻഡ്, ക്യാപിറ്റൽ തുടങ്ങിയവ എല്ലാത്തിനേക്കാളും സുപ്പീരിയർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സുപ്പീരിയർ ദാൻ ലാൻഡും അതുപോലെ തന്നെ മറ്റ് ഫിസിക്കൽ ക്യാപിറ്റലിനേക്കാളും സുപ്പീരിയർ ആണ്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ? ലാൻഡും ഫിസിക്കൽ ക്യാപിറ്റലും ഒന്നും തന്നെ സ്വന്തമായി അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ലാൻഡിനോ മെഷീനൊക്കെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഹ്യൂമൻ അസിസ്റ്റൻസ്, ഒരു ഹ്യൂമൻ ടച്ച് വേണമല്ലേ? മനുഷ്യൻ അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ലാൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ മെഷീനറി ആണെങ്കിലും ടൂൾസ് ആണെങ്കിലും എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം എന്ന് പറയുന്ന മറ്റേതൊരു റിസോഴ്സ്, മറ്റേതൊരു ക്യാപിറ്റലിനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ല? അപ്പോൾ ഹ്യൂമൻ റിസോഴ്സും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? പ്ലസ് എഡ്യൂക്കേഷൻ, പ്ലസ് സ്കിൽ ഡെവലപ്മെൻറ്റ്, പ്ലസ് ട്രെയിനിങ്, പ്ലസ് ഹെൽത്ത് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മനസ്സിലായല്ലോ? മനുഷ്യ വിഭവവും മനുഷ്യ മൂലധനവും. ഇനി അടുത്തതിനകത്ത് പറയുന്നത് ഗ്രീൻ റവല്യൂഷനും IT റവല്യൂഷനെയും പറ്റി ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ടാണ് ഈ താഴെ 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, മറ്റൊന്ന് IT റവല്യൂഷൻ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്രീൻ റവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കാർഷിക ഉൽപ്പാദനം, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടിയൊരു പ്രോസസ്സിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? എങ്ങനെയാണ് പ്രൊഡക്ഷൻ അത് പ്രോസസ്സ് മീൻസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടിയത്? ഒന്നാമത്തെന്ന് വെച്ചാൽ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്തു, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ യൂസ് ചെയ്തു. രണ്ടാമത് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തു, മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തു. മൂന്നാമത് പ്രോപ്പറായിട്ട് ഇറിഗേഷൻ കൊടുത്തു. പിന്നെ എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്തും ഈ ഒരു കാര്യമാണ് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ ദ ഇൻപുട്ട് ഓഫ് ഗ്രേറ്റർ നോളജ്, നമുക്ക് പുതിയ ടെക്നോളജീനെ പറ്റി, പുതിയ സീഡ്സിനെ പറ്റി, പുതിയ ഇറിഗേഷൻ ടെക്നിക്സിനെ പറ്റിയൊക്കെയുള്ള ഒരു നോളജ് ഉണ്ടായപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് കാരണമായി. അപ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് കൂടുതലായിട്ടും നോളജ് ഉണ്ടായിരുന്നു. ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ബെറ്റർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള നോളജ്, ടെക്നോളജികളെ പറ്റിയുള്ള നോളജ് കർഷകർക്ക് ലഭ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട്
അവർക്ക് അതിനെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി. അതിനെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യന് കൃത്യമായ നോളജ് ട്രെയിനിങ് കൊടുത്താൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അല്ലെങ്കിൽ രാജ്യത്ത് ഉൽപ്പാദനം കൂട്ടാം എന്നുള്ളതിന് തെളിവാണ് ഗ്രീൻ റവല്യൂഷൻ. അതേപോലെ തന്നെയാണ് IT റവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന പോലെ മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള IT, കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ പരിജ്ഞാനം കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് IT റവല്യൂഷൻ ഉണ്ടാവുകയാണ്. IT മേഖലയിൽ ഒരുപാട് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു, ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ രാജ്യത്ത് എങ്ങനെ ഗ്രോത്തിന് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യും എന്നതിനുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് നമ്മുടെ രാജ്യത്തുള്ള ഗ്രീൻ റവല്യൂഷനും IT റവല്യൂഷനും എല്ലാം തന്നെ. ഇനി അതിനുശേഷം ഇവിടെ പറയുന്നത് റോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റലാണ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നമുക്കറിയാം. ഈ പറയുന്ന പോലെ മനുഷ്യ മൂലധനത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത് എഡ്യൂക്കേഷൻ സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പല മേഖലകളാണ്. ഇതെല്ലാമാണ് ഈ പറയുന്ന ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ കിട്ടുന്നു. എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് കിട്ടുന്നു. ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, മെച്ചപ്പെട്ട ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന വഴി ജനങ്ങൾക്ക് കൂടുതൽ സ്കില്ലുള്ളവരായി മാറുന്നു, സ്കിൽഡ് ലേബറേഴ്സായിട്ട് അവർ മാറുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇത്തരത്തിൽ ഈ പറയുന്ന ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്താ? അതിനുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? ROI എന്ന് വെച്ചാൽ എന്താ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ, എനിക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിന് തിരിച്ച് കിട്ടുക? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് വൈസ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, മെഡിക്കൽ കെയർ ഈൽഡ്സ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ ഫ്യൂച്ചർ സിമിലർ ടു ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ് ഓർ ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ നമ്മൾ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിനേക്കാളും അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എന്തിൽ? ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ രാജ്യത്ത് സ്കില്ലുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നു. അത് രാജ്യത്ത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ സൊസൈറ്റിയൽ ഗെയിൻ എന്താ നമുക്കിവിടെ കിട്ടുന്നത്? അതായത് ഈ പറയുന്ന പോലെ ഹെൽത്തിയർ ഓർ മോർ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ, ഈ പറയുന്ന വിദ്യാഭ്യാസമില്ലാത്ത, കൃത്യമായി ഹെൽത്ത് കെയർ കിട്ടാത്ത ആൾക്കാർക്കിടയിലും അവർക്ക് എഡ്യൂക്കേഷനും ഹെൽത്തും വഴി ഉണ്ടായ ബെനിഫിറ്റ്സിനെ പറ്റി ഇൻഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സന്ദേശം സ്പ്രെഡ് ചെയ്യുന്നു. അത് മറ്റെല്ലാ ജനങ്ങൾക്കും ആരോഗ്യം നേടുന്നതിൻ്റെയും വിദ്യാഭ്യാസം നേടുന്നതിൻ്റെയും പ്രാധാന്യത്തിനെ പറ്റി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയൽ ഗെയിൻ, എക്കണോമിക് ഗെയിൻ മാത്രമല്ല സോഷ്യൽ ഗെയിനോടെ ഉണ്ട്. എന്താണ് ഈ പറയുന്നത്? ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം കിട്ടിയ ഒരു ജനവിഭാഗം കൃത്യമായിട്ട് അവരുടെ ജീവിത നിലവാരം ഉയരുന്നു, അവർക്ക് നല്ല മെച്ചപ്പെട്ട വീടുണ്ടാക്കാൻ പറ്റുന്നു, കാറ് മേടിക്കാൻ പറ്റുന്നു, മക്കൾ നല്ല രീതിയിലുള്ള നിലയിൽ ജീവിക്കുന്നു, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു, നല്ല സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത, ആരോഗ്യം കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു തോന്നലുണ്ടാവും. എന്താണ്? എനിക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലത്തെ ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നു, എൻ്റെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരുമായിരുന്നു. ഇത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് അടുത്ത തലമുറയ്ക്ക്, അവരുടെ മക്കൾക്ക് അവരെന്ത് ചെയ്യും? വിദ്യാഭ്യാസം കൊടുക്കാനും ആരോഗ്യ സേവനങ്ങൾ കൊടുക്കാനും അവരെന്ത് ചെയ്യും? ഈ പറയുന്ന നിർബന്ധിതരാകും. അപ്പോൾ ഇതാണ് റോൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയാണ് ആ ഒരു ഏരിയയിൽ പറയുന്നത്. അടുത്ത് പറയുന്നത് ദ സൈക്കിൾ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വികസനത്തിൻ്റെ, മാനവ വികസനത്തിൻ്റെ സൈക്കിൾ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതായത് മാനവ വികസനം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തനുഭവിക്കുന്നു അതായിരിക്കും അടുത്ത തലമുറയിലോട്ടും കൈമാറുക. പലപ്പോഴും വിർച്വസ് സൈക്കിളും ഉണ്ട്, വിഷ്യസ് സൈക്കിളും ഉണ്ട്. വിർച്വസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകുന്ന സൈക്കിളാണ് വിർച്വസ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ വിഷ്യസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പലപ്പോഴും നെഗറ്റീവായിരിക്കും. വിർച്വസ് സൈക്കിളിൻ്റെ ഔട്ട്കം പോസിറ്റീവായിരിക്കും, വിഷ്യസ് സൈക്കിളിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന പോലെ
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അവരെന്ത് ചെയ്യും? ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തിനെ പറ്റി അവർക്കറിയായിരിക്കും. അവരെന്ത് ചെയ്യും? അവരുടെ കുട്ടികൾക്ക് അവരുടെ ചിൽഡ്രനും എന്ത് കൊടുക്കും? എഡ്യൂക്കേഷൻ കൊടുക്കും. എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിൽഡ്രനും കൃത്യമായിട്ടുള്ള എന്തുണ്ടാകും? ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ അവരും എന്തായിട്ട് മാറും? ഒരു എഡ്യൂക്കേറ്റഡ് പാരൻ്റ് ആയിട്ട് മാറും. അവരടുത്ത തലമുറയ്ക്കും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു വിദ്യാഭ്യാസമുള്ള പാരൻ്റാണ്. ഞാൻ എൻ്റെ കുട്ടിക്ക് കൃത്യമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ കുട്ടിയുടെ മേൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നല്ല സ്കൂളിലാക്കുന്നു, സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ കുട്ടിക്ക് കൃത്യമായിട്ട് നല്ല ജോലി കിട്ടുന്നു, വരുമാനമുണ്ടാകുന്നു. അതുവഴി ആ കുട്ടിയും ഭാവിയിൽ ഒരു എഡ്യൂക്കേറ്റഡ് പാരൻ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊരു വിർച്വസ് സൈക്കിളായിട്ട് തുടരുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അടുത്തൊരു പോസിറ്റീവ് ഔട്ട്കം അത് ഉണ്ടാകുന്നു. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ഇൻവെസ്റ്റ് മോർ ഹെവിലി ഇൻ ദെയർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹൈജീൻ ബിക്കോസ് ദേ റിയലൈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ദിസ് ക്രിയേറ്റ്സ് എ വിർച്വസ് സൈക്കിൾ ഓഫ് ഡെവലപ്മെൻറ്റ്, ഒരു വികസനം. അപ്പോൾ രാജ്യത്ത് പൊതുവായിട്ട് ഇത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു. രാജ്യത്ത് മൊത്തത്തിലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സമൂഹം ഉയർന്നു വരുന്നതിന് കാരണമാകുന്നു. എന്നാൽ വിഷ്യസ് സൈക്കിളുണ്ട്. ഞാനിപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള പാരൻ്റാണ്, അല്ലെങ്കിൽ എനിക്ക് വരുമാനം ഇല്ല, ഞാൻ പുവറാണ്, എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, എനിക്ക് കൃത്യമായിട്ടുള്ള വരുമാനമില്ല. അപ്പം ഞാനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കണക്ക് എനിക്ക് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും കുട്ടികൾ പറ്റുന്ന രീതിയിൽ പഠിക്കട്ടെ എന്നുള്ള രീതിയിലോട്ട് പോകും. അപ്പോൾ കൃത്യമായി എനിക്ക് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല, പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം, വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതവർക്ക് വരുമാനം ഏൺ ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുന്നു. അത് വീണ്ടും ഇത്തരത്തിലൊരു ഡിസഡ്വാൻറ്റേജ്ഡ് പാരൻസ് അല്ലെങ്കിൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇവൻറ്റ്സ് എല്ലാം തന്നെ പരസ്പരം നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ, നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്. അതിനാണ് ഒരു വിഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്യസ് സൈക്കിൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും എന്തിലോട്ടാണ് രാജ്യത്ത് നയിക്കുക? വിഷ്യസ് സൈക്കിൾ ഉണ്ടാകുന്നത് ഒരു പോവർട്ടിയിലോട്ടും അൺഎംപ്ലോയ്മെൻറ്റിലോട്ടുമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷ്യസ് സൈക്കിൾ രാജ്യത്തെ നയിക്കുന്നത്. അതൊന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഷ്യസ് സൈക്കിൾ പോവർട്ടിയിലോട്ടും അൺഎംപ്ലോയ്മെൻറ്റും, പോവർട്ടിയുടെ റീസൺ പോവർട്ടിയാണ് എന്ന് പറയുന്നതിന് തുല്യമാണിത്. ദാരിദ്ര്യമുള്ളവർക്ക് വരുമാനമില്ലാത്തതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള പഠനം കിട്ടുന്നില്ല, ആരോഗ്യം കിട്ടുന്നില്ല, അവർക്ക് വീണ്ടും വരുമാനം ഉണ്ടാകാനുള്ള ജോലി ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് വീണ്ടും ദാരിദ്ര്യം. അപ്പോൾ ദാരിദ്ര്യത്തിലുള്ള റീസൺ ആണെന്ന് പറയുന്നതാണ് ഒരു വിഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്നാൽ വിർച്വസ് സൈക്കിൾ എന്ന് പറയുന്നത് അത് എന്തിലോട്ട് നയിക്കും? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലോട്ട് നയിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു വിഷ്യസ് സൈക്കിൾ ബ്രേക്ക് ആക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇടപെടുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? വിഷ്യസ് സൈക്കിൾ ബ്രേക്ക് ആക്കാൻ വേണ്ടി വരുമാനം കുറഞ്ഞ ആൾക്കാർ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പല സ്കീമുകളും പ്രോഗ്രാമുകളും നടത്തുന്നത്. നമുക്കിവിടെ ജപ്പാൻ്റെ മോഡലെന്ന് നോക്കാം. ജപ്പാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലുണ്ട്. കൺട്രീസ് ലൈക്ക് ജപ്പാൻ ബിക്കം റിച്ച് ആൻഡ് ഡെവലപ്ഡ് ഡിസ്പൈറ്റ് ലാക്കിംഗ് നാച്ചുറൽ റിസോഴ്സ് ബൈ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ പീപ്പിൾ, എസ്പെഷ്യലി ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്ന വലിയ രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളൊന്നും തന്നെ ഉള്ള രാജ്യമല്ല. എന്നിരുന്നാലും അവർ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ്? അവർ ഇൻവെസ്റ്റ് ചെയ്ത ഹ്യൂമൻ റിസോഴ്സിൽ. നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ? കേരളം വലിയ രീതിയിലുള്ള പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളൊന്നുമില്ല. കേരളം പക്ഷേ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്ത ഹ്യൂമൻ റിസോഴ്സിലാണ്. മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആരോഗ്യം കൊടുക്കുക. അതുപോലെയാണ് ജപ്പാൻ്റെ പ്രത്യേകത. ജപ്പാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ അവർക്ക് നാച്ചുറൽ റിസോഴ്സസ് വളരെ കുറവാണ്, പക്ഷേ അവർ ഹ്യൂമൻ റിസോഴ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? അത് ഉറപ്പായിട്ടും നമുക്കറിയാം ജപ്പാനാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിക്കൽ ഹബ്ബ് അല്ലേ? ടെക്നോളജി വലിയ രീതിയിൽ വികസനം, ഇപ്പോൾ റോബോട്ടിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓട്ടോമൊബൈൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും കമ്പ്യൂട്ടർ ടെക്നോളജി, കാര്യങ്ങളിലെല്ലാം തന്നെ ജപ്പാൻ വളരെ മറ്റ് രാജ്യങ്ങളെക്കാളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാൻ കൂടുതലായിട്ടും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്കില്ല്, ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നോളജ് എന്ത് ചെയ്തു? ഇമ്പ്രൂവ് ആയി. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ രാജ്യത്തിനെ ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറ്റി. അപ്പോൾ ജപ്പാൻ ഈസ് എ ഡെവലപ്ഡ് കൺട്രി. നമുക്കറിയാമല്ലോ ജപ്പാൻ ഒരു
ഡെവലപ്പിംഗ് അല്ല, ഡെവലപ്ഡ്, വികസിത രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ അതിനീ പറയുന്ന പോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താണ് അവർ എന്ത് ചെയ്തത്, ഇതിലോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. then അടുത്തത് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, പണം ഉണ്ടാക്കുന്ന, പൈസ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം GDPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റീസിനെ നമുക്ക് എന്തെന്ന് പറയാം, എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം അല്ലെങ്കിൽ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് അതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തതാണ് പ്രൈമറി സെക്ടറിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട്, നേച്ചറുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആക്ടിവിറ്റീസാണ്. വിച്ച് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ നേച്ചർ ഓർ നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളെ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നടത്തുന്ന ആക്ടിവിറ്റീസാണ് പ്രൈമറി സെക്ടറിനകത്തുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രൈമറി സെക്ടറിലെ ആക്ടിവിറ്റിയാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് നടത്തുന്ന പ്രവർത്തനമാണ് കൃഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് പറയാം, മൈനിങ് അല്ലേ. മൈനിങ് എന്ന് വെച്ചാൽ ഖനനം. നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ മിനറൽസ് കുഴിച്ചെടുക്കുന്നു, ഖനനം ചെയ്തെടുക്കുന്നത്, പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ മൈനിങ് നടത്തുന്നത്. ഈ പറയുന്ന എന്താണ്, മിനറൽസ് കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ മൈനിങ് എന്ന് വെച്ചാൽ പ്രൈമറി സെക്ടറിനകത്ത് വരുന്ന, പ്രാഥമിക മേഖലയ്ക്കകത്ത് വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനി ക്വാറിയിങ് എന്ന് വെച്ചാൽ എന്താ, ക്വാറികൾ, പാറ പൊട്ടിച്ച് ക്വാറിയിൽ നിന്ന് പാറ പൊട്ടിച്ചെടുക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അതും പ്രകൃതി വിഭവങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ അനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ, മൈനിങ്, ക്വാറിയിങ് എല്ലാം തന്നെ പ്രൈമറി സെക്ടറിനകത്തുള്ള ആക്ടിവിറ്റി. അപ്പം നോക്കിയേ, പ്രൈമറി സെക്ടർ. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീനെ പലതായിട്ട്, എക്കണോമിക് ആക്ടിവിറ്റി വെച്ചാൽ പൈസ ഉണ്ടാക്കുന്ന പ്രവർത്തനം, സാമ്പത്തിക പ്രവർത്തനം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റീസിന് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3 സെക്ടറിനകത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാം. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, ഫിഷിംഗ്, പൗൾട്രി ഫാമിംഗ്, മൈനിങ്, ക്വാറിയിങ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തേതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി സെക്ടർ, ഈ സെക്കൻഡറി സെക്ടറിൻ്റെ പ്രത്യേകത, ദ്വിതീയ മേഖല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നടത്തുന്ന ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വാല്യൂ അഡിഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആണ്. ഒരു വസ്തുവിനെ, എ എന്ന് പറയുന്നൊരു വസ്തുവിനെ ബി എന്ന് പറയുന്നൊരു വസ്തുവാക്കി മാറ്റുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സെക്കൻഡറി സെക്ടറിനകത്ത് നടക്കുന്നത്. അതെന്ത് ആക്ടിവിറ്റി? അത് കൂടുതലും വ്യവസായങ്ങളിലാണ് നടക്കുന്നത് അല്ലേ. ഇൻഡസ്ട്രീസിലാണ് നടക്കുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കോട്ടൺ, പരുത്തി, കോട്ടണെ വസ്ത്രങ്ങളാക്കി മാറ്റുന്നു. കോട്ടൺ എന്ന് പറയുന്ന എ ആണ്, വസ്ത്രങ്ങൾ എന്ന് പറയുന്ന ബി ആണ്. കോട്ടണെ വസ്ത്രമാക്കി മാറ്റുന്നു ഒരു വ്യവസായത്തിൽ അല്ലേ. ഇനി അയൺ, ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നു, അതും വ്യവസായമാണ് അല്ലേ. അതുപോലെ ഫുഡ് പ്രോസസ്സിങ്, റോ മെറ്റീരിയൽസ്, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ പ്രോസസ്സ് ചെയ്ത് മറ്റൊരു വസ്തുവാക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാല്യൂ അഡിഷൻ, ഒരു വസ്തുവിനെ പ്രോസസ്സിങ് നടത്തി മറ്റൊരു വസ്തുവാക്കി നടത്തുന്നതാണ് സെക്കൻഡറി സെക്ടറിനകത്തുള്ളത്. പുതിയൊരു വസ്തുക്കൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കൂടുതൽ നടക്കുന്ന ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിലാണ് അല്ലേ. അതുകൊണ്ട് സെക്കൻഡറി സെക്ടർ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. അപ്പോൾ സെക്കൻഡറി സെക്ടർ ഇസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. കാരണം അവിടെ വസ്തുക്കളെ പ്രോസസ്സ് ചെയ്ത് മറ്റൊന്നാക്കി മാറ്റുന്നു. വ്യവസായങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സെക്കൻഡറി സെക്ടർ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ, അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടർ, കൃഷിയും അനുബന്ധ മേഖലയും. ഇനി സെക്കൻഡറി സെക്ടറിനകത്തുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ്, ദെൻ ഇലക്ട്രിസിറ്റി ജനറേഷൻ, പിന്നെ വേറെന്ത് വരുന്നു, കൺസ്ട്രക്ഷൻ. ഇതെല്ലാം എവിടെയാണ് വരിക? സെക്കൻഡറി സെക്ടറിനകത്താണ് വരിക. കൺസ്ട്രക്ഷൻ, ഇലക്ട്രിസിറ്റി ജനറേഷൻ, മാനുഫാക്ചറിങ്, ഇതെല്ലാം സെക്കൻഡറി സെക്ടറിനകത്താണ് വരുന്നത്. ഇനി അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിങ് ആണ് സെക്കൻഡറി സെക്ടറിനകത്ത് വരിക. എന്നാൽ ടേർഷ്യറി സെക്ടർ, മൂന്നാമത്തെ മേഖലയാണ് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. ഈ ടേർഷ്യറി സെക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഒന്നും നടക്കുന്നില്ല, സാധനങ്ങളൊന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ എന്ത് എക്കണോമിക് ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ
സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സേവനങ്ങൾ. അപ്പോൾ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടറാണ് ഏതെന്ന് പറയുന്നത് ടെർഷറി സെക്ടർ എന്ന് പറയുന്നത്. സേവനങ്ങൾ, ബാങ്കിങ്, ഫിനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റിംഗ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ടൂറിസം, ട്രാവൽ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയതെല്ലാം തന്നെ ഏതിനകത്ത് വരുന്നു? ടെർഷറി സെക്ടർ. അപ്പോൾ ടെർഷറി സെക്ടറിനകത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല, പകരം അവിടെ സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ടെർഷറി സെക്ടർ. ഇൻക്ലൂഡ്സ് ട്രേഡ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടൂറിസം, സർവീസ് ആൻഡ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ടെർഷറി സെക്ടർ. അപ്പോൾ ശ്രദ്ധിക്കുക, എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറിനെ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടർ എന്നും, കൃഷി അനുബന്ധ മേഖലയെന്നും, സെക്കൻഡറിനെ മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും, ടെർഷറിനെ സർവീസ് സെക്ടർ, സേവന മേഖല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെർഷറി സെക്ടർ എന്തെന്ന് വിളിക്കാം? സർവീസ് സെക്ടർ എന്ന് വിളിക്കാം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ തന്നെ നമുക്ക് അഗെയിൻ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്നും നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്നും വിളിക്കാം. അതായത് മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പൈസ കിട്ടില്ല. ചില പ്രവർത്തനങ്ങൾക്ക് മാത്രമേ പൈസ കിട്ടത്തുള്ളൂ, മറ്റ് ചിലത് അതേ സെയിം പ്രവർത്തനമാണെങ്കിൽ പോലും നമുക്ക് പൈസ കിട്ടത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ അലക്കുന്നു, എൻ്റെ പാത്രങ്ങൾ ഞാൻ കഴുകി വയ്ക്കുന്നു, അതിനുശേഷം വീട് ഞാൻ വൃത്തിയാക്കുന്നു. അതിനെനിക്ക് പൈസ കിട്ടുമോ? കിട്ടത്തില്ല. എന്നാൽ ഇതേ ജോലി ഒരു ജോലിക്ക് ഒരാളെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലെ വസ്ത്രങ്ങൾ അലക്കാനും വീട് വൃത്തിയാക്കാനും പാത്രങ്ങൾ കഴുകാനൊക്കെ ഒരാളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ജോലിക്ക് ഞാൻ പൈസ കൊടുക്കണ്ടേ? അതൊരു മാർക്കറ്റ് ആക്ടിവിറ്റിയും. എന്നാൽ എന്നാൽ സ്വന്തം ആവശ്യത്തിന് ഞാൻ ചെയ്യുന്നത് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസിന് നമുക്ക് അഗൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പേ ഓർ പ്രോഫിറ്റ്, നമ്മളതിന് പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ആക്ടിവിറ്റീസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ വിൽക്കുന്നു, ഗവൺമെൻറ് നമുക്ക് സേവനം തരുന്നു, നമുക്ക് വേണ്ടി ആരെങ്കിലും സാധനങ്ങൾ വിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാർക്കറ്റ് ആക്ടിവിറ്റീസ്. എന്നാൽ നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഈ സാധനങ്ങളും സേവനങ്ങളും തന്നെയാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അതേ സാധനങ്ങളും സേവനങ്ങളും തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സ്വന്തം കൺസംഷന് വേണ്ടി, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസ്. കാരണം അത് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളോ സേവനങ്ങളോ അല്ല. മാർക്കറ്റ് ആക്ടിവിറ്റീസും ഉണ്ട്, നോൺ മാർക്കറ്റ് ആക്ടിവിറ്റീസും ഉണ്ട്. അതിനുശേഷം അടുത്ത ഈ ഒരു ചാപ്റ്ററിനകത്ത് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഹിസ്റ്റോറിക്കലി ആൻഡ് കൾച്ചറലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ പറ്റും ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് വർക്ക് കൂടുതലായിട്ടും സ്ത്രീകളുടേതും, എന്നാൽ പുറത്തുള്ള ജോലി, ഇൻകം ഏൺ ചെയ്യുന്ന ജോലി കൂടുതലും പുരുഷന്മാരുടേതുമാണെന്നൊരു പൊതു ധാരണയുണ്ട്. എന്നാൽ ആ ധാരണ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് അൺപെയ്ഡ് ലേബർ, പൈസ കൊടുക്കാത്ത ജോലികൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ വീടിന് പുറത്ത് പോയിട്ട്, ഇപ്പം ഞാൻ വീട്ടിൽ പുറത്ത് പോയി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വീടിൻ്റെ പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യുന്നു, എൻ്റെ സ്വന്തം ആവശ്യത്തിനല്ല, വേറെ ആർക്കെങ്കിലും വേണ്ടി ഞാനൊരു ജോലി ചെയ്തു കൊടുത്താൽ അതൊരു പെയ്ഡ് ലേബർ ആണല്ലേ. ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് അയാൾ തിരിച്ച് പൈസ തരുന്നു. എന്നാൽ ഞാനിത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട്ടിനകത്താണ് ജോലി ചെയ്യുന്നതെങ്കിലോ അത് അൺപെയ്ഡ് ലേബറായിട്ട് മാറും, പൈസ കിട്ടാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനമായിട്ട് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടിനകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഡൊമസ്റ്റിക് ലേബർ, അത് പലപ്പോഴും അൺപെയ്ഡ് ലേബറാണ്. അൺപെയ്ഡ് ലേബർ എന്ന് പറയുമ്പോൾ പൈസ കിട്ടാതെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. വീട് വൃത്തിയാക്കുന്നു, കുട്ടികളെ നോക്കുന്നു, പ്രായമായിട്ടുള്ള ആൾക്കാരെ നോക്കുന്നു. അപ്പോൾ ഇത് അൺപെയ്ഡ് ലേബറാണ്. അപ്പോൾ വിമൺ ആർ ജനറലി നോട്ട് പെയ്ഡ് ഫോർ ദെയർ സർവീസസ് ഡെലിവേർഡ് ഫോർ ദ അപ്ബ്രിങ്ങിങ് ഓഫ് ദ ഫാമിലി ആൻഡ് ദിസ് ഹൗസ് ഹോൾഡ് വർക്ക് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻ നാഷണൽ ഇൻകം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ അൺപെയ്ഡ് ലേബർ എന്ന് പറയുന്ന കൂടുതലും നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് ആരാണ്, ഇതിൽ എൻഗേജ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ത്രീകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള അൺപെയ്ഡ് ലേബർ ഇവരുൾപ്പെടുന്ന മേഖലയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു നോൺ മോണിറ്റൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. പൈസ ഉണ്ടാക്കാത്ത മേഖല, മനസ്സിലായോ? പക്ഷെ അവർ ചെയ്യുന്ന ജോലിയല്ലേ,
ജോലിയാണ്, പക്ഷെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതിൻ്റെ മോണിറ്ററി വാല്യൂ കണക്കാക്കപ്പെടുന്നില്ല, അവർക്ക് സാലറി നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ സ്ത്രീകളുടെ ഒരു ജോലിയാണ് ഇതെന്ന് പറഞ്ഞ് പൊതുവിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കൺസിഡർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ സ്ത്രീകളെയാണ് മീൻസ് സ്ത്രീകളുടെ ജോലിയാണെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നവർക്ക് സ്ത്രീകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വരുമാനം കിട്ടുന്നില്ല. മാത്രമല്ല ആ ജോലിയുടെ വാല്യൂ, അവർ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്കിൻ്റെ വാല്യൂ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് പോലും രാജ്യത്ത് കൂട്ടുന്നില്ല. ഇനി അടുത്ത് വേജ് ഡിസ്പാരിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ, ഇനി സ്ത്രീകൾ ലേബർ മാർക്കറ്റിലോട്ട് വന്നാൽ തന്നെ അവർക്ക് പലപ്പോഴും നമ്മൾ പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിറ്ററസി, എഡ്യൂക്കേഷൻ, സ്കില്ലെല്ലാം കുറവായിരിക്കും. കാരണം അവർക്ക് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാവില്ല. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുത്താലോ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയാലോ എന്നാൽ മാത്രമേ അവർക്ക് വേണ്ട രീതിയിലുള്ള സ്കില്ലും എഡ്യൂക്കേഷനും ജോലി ചെയ്യാനുള്ള കഴിവും കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ രാജ്യത്ത് പൊതുവിൽ പുരുഷന്മാർക്ക് കൂടുതൽ വിദ്യാഭ്യാസം, പുരുഷന്മാർക്ക് കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ ഹെൽത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള വരുമാനം, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ലോ സ്കില്ലുള്ള തൊഴിലവസരങ്ങളായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ ഇതൊരു വേജ് ഡിസ്പാരിറ്റീസ്, വരുമാനത്തിലൊരു വലിയ വ്യത്യാസം പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി കൂടുതലായിട്ടും സ്ത്രീകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല. എന്ന് വേണോ ജോലി നഷ്ടപ്പെടാം. മെറ്റേണിറ്റി ലീവ് ഇല്ല, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഇല്ല, ചൈൽഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ബെനിഫിറ്റ്സും ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വേജ് ഡിസ്പാരിറ്റീസ് ഇന്ത്യയിലൊരു ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അതിനുശേഷം ഡിറ്റർമിനൻസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ, ഒരു രാജ്യത്തെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു രാജ്യത്ത് മനുഷ്യർക്ക് ക്വാളിറ്റി ഉള്ള മനുഷ്യരാണ് എന്ന് പറയുന്ന എന്തൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ്? അതിൽ പ്രധാനമായിട്ടും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ ജനങ്ങൾ ക്വാളിറ്റിയുള്ള ജനസംഖ്യയാണോ രാജ്യത്തുള്ളതെന്ന് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ജനസംഖ്യയുടെ ക്വാളിറ്റിയാണ് ആ രാജ്യമെന്ന് പറയുന്നത്. ഗ്രോത്തിലോട്ട് പോകണമോ, എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്ന ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്വാളിറ്റി, ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ആൻഡ് അൺഹെൽത്തി പോപ്പുലേഷൻസ് ആർ എ ലയബിലിറ്റി. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷരതയില്ലാത്ത, അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകാത്തൊരു ജനസംഖ്യ ആ രാജ്യത്തിൻ്റെ ബാധ്യതയാണ്. കാരണം ഇല്ലിറ്ററസി, സാക്ഷരതയില്ലാത്ത, എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ല, അവർക്ക് വരുമാനം കിട്ടില്ല. അപ്പം രാജ്യം അവർക്ക് ചിലവിന് കൊടുക്കേണ്ടി വരും. ഇനി ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് പൈസയ്ക്ക് കൊടുക്കേണ്ടി വരും, ചിലവിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു ലയബിലിറ്റിയാണ്. എന്നാൽ ലിറ്ററേറ്റ് ആൻഡ് ഹെൽത്തി പോപ്പുലേഷൻ പലപ്പോഴും രാജ്യത്തിൻ്റെ അസറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണക്കാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് എഡ്യൂക്കേഷൻ, ഹെൽത്തും തുടങ്ങിയവ. അപ്പോൾ എഡ്യൂക്കേഷൻ എൻഹാൻസ് നാഷണൽ ഇൻകം. രാജ്യത്ത് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഇൻകം വർദ്ധിക്കുന്നു. കൾച്ചറൽ റിച്ച്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ഗവേണൻസ് കൂട്ടുന്നതിനും വിദ്യാഭ്യാസം കാരണമാകുന്നു എന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നു. പക്ഷേ ലിറ്ററസി നമ്മുടെ രാജ്യത്ത് വേരി ചെയ്യുന്നുണ്ട്, ഡിസ്പാരിറ്റി ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ സ്ത്രീകൾക്കാണ് ലിറ്ററസി കുറവ്. ഇനി നഗര വ്യത്യാസം ഉണ്ടാവും, നഗരപ്രദേശങ്ങളിൽ ലിറ്ററസി കൂടുതലായിരിക്കും. അത്തരത്തിൽ ലിറ്ററസി പിന്നെ ആ വേരിയേഷൻ നമ്മുടെ രാജ്യത്ത് കാണാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ, ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന 2 സ്കീമുകളാണ് സർവശിക്ഷ അഭിയാനും മിഡ് ഡേ മീൽ സ്കീമും. നമുക്കറിയാം മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികളാണ് ഒരു കുടുംബത്തിൽ, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കൃഷിയിടത്തിൽ പോയി പണിയെടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവർ ഒരു ദിവസം സ്കൂളിൽ പോയാൽ ഈ കർഷകന് കിട്ടുന്ന വരുമാനമാണ് അവിടെ കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കുട്ടികളും പറമ്പിലിറങ്ങി പണിയെടുക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കുട്ടികളെയും കൂടെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷി ചെയ്താൽ മാത്രമേ അവർക്ക് അന്നുള്ള ഭക്ഷണം കിട്ടത്തുള്ളൂ. പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സ്കീമാണ് മിഡ് ഡേ മീൽ സ്കീം.
അതുവഴി അറ്റൻഡൻസ് മെച്ചപ്പെടുത്തുക, റിട്ടൻഷൻ ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളെ സ്കൂളിൽ നിലനിർത്തുക, കുട്ടികളുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യുക, ഇതെല്ലാം മിഡ് ഡേ മീൽ സ്കീമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സർവശിക്ഷാ അഭിയാൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ. ഇതെല്ലാം എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുപോലെ ഹെൽത്ത് ആണെങ്കിലും ഒരു ഇൻഡിസ്പെൻസിബിൾ ബേസിസ് ഫോർ റിയലൈസിങ് വൺസ് വെൽബീയിങ് ആൻഡ് എബിലിറ്റി ടു ഫൈറ്റ് ഇൽനെസ്. ഇനി നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും IMR, MMR, അതുപോലെ തന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ ആയുർദൈർഘ്യം, എത്ര വയസ്സ് വരെ ഒരു രാജ്യത്ത് ആൾക്കാർ ജീവിക്കുന്നു അതിൻ്റെ ആവറേജാണ് ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. ഇനി IMR നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ശിശു മരണ നിരക്ക്. 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എത്ര പേരാണ് അതിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് IMR, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര പേര് മരണപ്പെടുന്നു എന്നുള്ളതാണ് IMR എത്രത്തോളം കുറയ്ക്കുന്നുണ്ടോ അത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖല മെച്ചപ്പെടുന്നു എന്നാണ് അർത്ഥം. IMR 1000-ൽ 1 ആണെങ്കിൽ അത് വളരെ കുറവല്ലേ. എന്നാൽ IMR 1000-ൽ 20 ആണെങ്കിലും 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 20 പേര് മരണപ്പെടുന്നു, ന്യൂ ബോൺ ബേബീസ് മരണപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ IMR കൂടുന്നതൊക്കെ വളരെ മോശമാണ്. ഇനി MMR നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഇതെന്ന് വെച്ചാൽ മാതൃമരണ നിരക്ക്, അമ്മമാരുടെ മരണനിരക്ക്. അമ്മമാർ കുട്ടികൾക്ക് ജന്മം നൽകുന്ന സമയത്ത് പലപ്പോഴും മരണപ്പെടാറുണ്ടല്ലേ. അതായത് അത് നോക്കുന്നത് 100,000 അമ്മമാർ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ എത്ര അമ്മമാർ മരണപ്പെടുന്നു എന്നുള്ളതാണ് മാതൃമരണ നിരക്ക്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പലപ്പോഴും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് വെച്ചാൽ ആശുപത്രിയിലല്ലാതെ വീട്ടിലൊക്കെ പ്രസവം നടത്തുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമ്മമാരുടെ മരണം കൂടി. ഇതെല്ലാം തന്നെ ആരോഗ്യ മേഖലയുടെ പരാജയം കാണിക്കുന്നത്. അപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കുന്നതും IMR കുറയ്ക്കുന്നതും ബർത്ത് റേറ്റിലുണ്ടാകുന്ന മെച്ചപ്പെടലും ഡെത്ത് റേറ്റ് കുറയ്ക്കുന്നതും എല്ലാം തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടുന്നതും എല്ലാം തന്നെ ആരോഗ്യ മേഖലയുടെ പുരോഗതിയാണ് കാണുന്നത്. അത് രാജ്യത്തിൻ്റെ ഗ്രോത്തിലോട്ടും ഡെവലപ്മെൻറ്റിലോട്ടും ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു രാജ്യത്തെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുമാത്രം ആൾക്കാർ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് വർക്ക് ഫോഴ്സ് എന്നൊരു പോപ്പുലേഷൻ ഉണ്ട്. വർക്ക് ഫോഴ്സ് എന്ന് വെച്ചാൽ 15-നും 59-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വർക്ക് ഫോഴ്സ് എന്ന് പറയുക. 15-നും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൽ തന്നെ ജോലിയുള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. ഇതിൽ ജോലി ഇല്ലാത്തവരുടെ ശതമാനം അല്ല അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പകരം ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ ജോലിയില്ല. ശ്രദ്ധിക്കുക, ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ജോലിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അൺഎംപ്ലോയ്ഡ് അല്ല. മനസ്സിലായല്ലോ? അതായത് എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് ജോലിയൊന്നും തന്നെ കിട്ടുന്നില്ല, ഞാൻ അൺഎംപ്ലോയ്ഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഉണ്ടല്ലേ, 15-നും 59-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അതിന് പുറത്തുള്ളവർ അൺഎംപ്ലോയ്ഡ് ആയിട്ട് കണക്കാക്കാറില്ല. 15-ന് താഴെയുള്ളവരോ 59-ന് മുകളിലുള്ള ആൾക്കാർ അൺഎംപ്ലോയ്ഡ് ആയിട്ട് കണക്കാക്കാറില്ല. ഈ ഏജ് ഗ്രൂപ്പിനകത്ത് തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ ജോലിയൊന്നും കിട്ടുന്നില്ല, അവരുടെ റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് അൺഎംപ്ലോയ്ഡ് റേറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഈ ഒരു ഏജ് ഗ്രൂപ്പിനകത്താണ്, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, എന്നെ എന്തെന്ന് പറയാൻ പറ്റില്ല, അൺഎംപ്ലോയ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? People outside this range or those not willing to work outside their domestic domain for payment are not considered unemployed. ഇനി നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണുള്ളത്, പലതരത്തിലുള്ള തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിലൊന്ന് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, മറ്റൊന്ന് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെൻറ്റ്, മറ്റൊന്ന് എഡ്യൂക്കേറ്റഡ്. വേറെ കുറേ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന 3 സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജനങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ ചില പ്രത്യേക മാസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക സീസണുകളിൽ ജോലി നഷ്ടപ്പെടുന്ന, ജോലി ഇല്ലാത്തൊരവസ്ഥ, ജോലി കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. കാർഷിക മേഖലയിൽ എല്ലാ വർഷവും കൃഷി നടക്കുമോ? ഒരു വർഷത്തിൽ എല്ലാ മാസങ്ങളിലും കൃഷി ഉണ്ടാകുമോ? ഇല്ല. ചില മാസങ്ങളിലെന്ന് പറയുന്നത് കൃഷി നടക്കാത്ത മാസം ഉണ്ടായിരിക്കും, ഓഫ് സീസൺ ആയിരിക്കും. ആ ഒരു സമയത്ത് കർഷക തൊഴിലാളികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ
ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു കൃഷിയിടത്തിൽ 10 പേരാണ് ജോലി എടുക്കാനായിട്ട് ആവശ്യമുള്ളത്, പക്ഷേ അവിടെ 13 പേര് ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ 3 പേരെന്ന് പറയുന്നത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയിഡാണ്. കാരണം 10 പേരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ആവശ്യമുള്ളൂ, പക്ഷേ അവിടെ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന എത്ര പേരാ? 13 പേരാ. 10നേക്കാളും 3 പേരും കൂടെ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 പേര് അഡീഷണൽ ആയിട്ട് അവിടെ ജോലി ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും, യാതൊരു ഗ്രോത്തും ഉണ്ടാകുന്നില്ല, യാതൊരു പ്രൊഡക്ടിവിറ്റിയും കൂടുന്നില്ല. അപ്പോൾ ഈ 3 പേർക്ക് മറ്റുള്ള 10 പേരുടെയും കൂടെ സാലറി, 10 പേർക്ക് മാത്രം കിട്ടാനുള്ള സാലറി ഈ 3 പേർക്കും കൂടെ പോകുന്നു. ഈ 3 പേര് പ്രത്യക്ഷാൽ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് പ്രത്യേകിച്ച് എക്കണോമിക്ക്, സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. അടുത്തത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പേരിനകത്ത് തന്നെയുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് വിദ്യാഭ്യാസമുണ്ട്, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിഗ്രിയൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് തൊഴിൽ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിനാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് കൂടുതലായിട്ടും അർബൻ ഏരിയ, നഗരപ്രദേശത്തിലാണ് കാണുന്നതെങ്കിൽ സീസണലും ഡിസ്ഗൈസ്ഡും റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കൂടുതലായിട്ടും കാണാൻ വേണ്ടി പറ്റുക. ഇനി അടുത്ത് ഇമ്പാക്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിലില്ലായ്മ കൂടിയാൽ മാൻ പവർ റിസോഴ്സസ് വേസ്റ്റേജ് ആകുന്നതിന് കാരണമാകുന്നില്ലേ? കാരണം 15നും 59നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ് ഒരു രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സ്. അവരെ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്, വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് ചെയ്യാണ്. അവർ നിലവിൽ ഒരു അസറ്റാണ്, പക്ഷേ നമ്മൾ അവരെ ലൈബിലിറ്റി ആക്കി മാറ്റുകയാണ് ജോലി കൊടുക്കാതെ. അവരെ ജോലി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാകും, രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ നിലവിൽ അവർ അസറ്റായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ജോലി ഇല്ലാത്തതുകൊണ്ട് അവരെ ലൈബിലിറ്റി ആക്കി നമ്മൾ തന്നെ മാറ്റുകയാണ്. ഇനി ഇൻക്രീസ് എക്കണോമിക് ഓവർലോഡ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ജോലി ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ജോലി ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരും. മനസ്സിലായി? എക്കണോമിക് ഓവർലോഡ്. മനസ്സിലായല്ലോ? മറ്റൊന്ന് ഡിപ്രസ്ഡ് എക്കണോമിയിലേക്കുള്ളൊരു സൂചനയാണ്. ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് രാജ്യം താഴോട്ട്, ഒരു റിസഷനിലോട്ട് അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടായാൽ, വളർച്ചയുണ്ടായാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവിടെ ജോലി ഉണ്ടാകും. എന്നാൽ രാജ്യം താഴോട്ട് പോകുന്നു, അതാണ് ഈ പറയുന്ന പോലെ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് രാജ്യത്ത് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നത്. ഇനി എംപ്ലോയ്മെൻറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുന്നേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു 60% ഓഫ് ആൾക്കാർ കൃഷിയിലാണ് ഏർപ്പെട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കൃഷിയിലാണ്. പക്ഷേ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ കൃഷി വിട്ട് സെക്കൻഡറി സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടറിലോട്ടും ടേർഷ്യറി സെക്ടറിലോട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ തൊഴിലവസരങ്ങൾ തേടി പോകുന്നു എന്നും ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിനകത്ത് നോക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ, അതിലേറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാനൊരു നോട്ടാക്കി, ഒരു PPT ആക്കി നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ക്ലാസ് 9th ചാപ്റ്റർ 2 പീപ്പിൾ ആസ് റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.